ട്രാൻസ്ജെൻഡറുകൾ കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണവർ. സമൂഹം വളരുകയും ആധുനികമാവുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മളോടൊപ്പമുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കാലത്തിന്റെ കൂടി ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് അവർ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. എന്നാൽ 7 വർഷങ്ങൾക്കിപ്പുറം സർക്കാർ ആ നിയമത്തിൽ കൊണ്ടുവന്ന ചില ഭേദഗതികൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോകമെമ്പാടും വലിയ ചർച്ചകളും തർക്കങ്ങളും നിലനിൽക്കുന്ന വിഷയമാണിത്. പൊതുവെ സ്ത്രീകൾക്ക് സാമൂഹിക പരിരക്ഷ ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ മിക്ക നാടുകളിലും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ലോകരാജ്യങ്ങൾ നൽകി വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം സ്വത്വം മറച്ചു വെച്ചുകൊണ്ട് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തടയാൻ എന്ത് സംവിധാനമാണുള്ളത്? ജൈവികമായി പുരുഷനായി തുടരുന്ന ഒരാൾ യാതൊരു ശാസ്ത്രീയ പരിശോധനയും ഇല്ലാതെ സ്ത്രീയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ യഥാർത്ഥ സ്ത്രീകൾക്കായി നീക്കിവെച്ചിട്ടുള്ള സംവരണവും സുരക്ഷാ നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ നൽകാൻ ശ്രമിക്കുന്നത്. ഇതുവരെ ഒരാൾക്ക് തന്റെ ലിംഗസ്വത്വം സ്വയം പ്രഖ്യാപിക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് നിശ്ചയിക്കുന്ന മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഒരാൾക്ക് തന്റെ ലിംഗസ്വത്വം നിയമപരമായി മാറ്റാൻ കഴിയൂ. ഒരാൾ തന്റെ ജീവിതത്തിലെടുക്കുന്ന ഈ വലിയ ഒരു മാറ്റം വെറും ഒരു തോന്നലല്ലെന്നും അത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടതാണെന്നും ഉറപ്പുവരുത്താനാണ് ഈ പാനൽ ശ്രമിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ടെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ലക്ഷങ്ങളുടെ സഹായം മുതൽ പെൻഷനും വീടും വരെ സർക്കാർ നൽകുന്നുണ്ട്. ഇത്രയേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സംവിധാനത്തിൽ അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ വ്യാജ ID ഉണ്ടാക്കുന്നത് തടയാനും യഥാർത്ഥ ഗുണഭോക്താക്കളെ സംരക്ഷിക്കാനുമാണ് മെഡിക്കൽ ബോർഡിന്റെ കീഴിൽ പരിശോധനകൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിലെ സംവിധാനത്തിലെ പഴുതുകൾ അടയ്ക്കുകയാണ്. പുതിയ ഭേദഗതി പ്രകാരം ഇതിനായി നിയമപരമായ ഒരു സംവിധാനം നിലവിൽ വരും. ഇനി മുതൽ ഒരു വ്യക്തി തന്റെ സെക്സ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് രൂപീകരിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്ക് അവർ വിധേയരാകേണ്ടി വരും. ഇതിൽ ഒരു സൈക്കാട്രിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ, സോഷ്യൽ വർക്കർ എന്നിവരുണ്ടാകും. അവർ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ വിലയിരുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്താൻ കഴിയൂ. ഇതിലൂടെ അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് ശാസ്ത്രീയമായി ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. കൂടാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ശാരീരികമായോ ലൈംഗികമായോ ഉപദ്രവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ഭേദഗതിയും പുതിയ നിയമത്തിലുണ്ട്. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം നമ്മുടെ കുട്ടികളുടെ സുരക്ഷയാണ്. ഒരു കുട്ടിക്ക് തന്റെ സ്വത്വം തിരിച്ചറിയാൻ ആവശ്യമായ പക്വത എത്തുന്നതിന് മുൻപ് പുറത്തുനിന്നുള്ള ആരും അവരെ സമ്മർദ്ദത്തിലാക്കരുത്. രക്ഷകർത്താക്കളുടെ അറിവോടും ശാസ്ത്രീയമായ പരിശോധനകളോടും കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നും നിയമം അനുശാസിക്കുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷം തന്നെയാണ് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സെക്സ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. CPM-ഉം DYFI-യും അടക്കമുള്ള ഇടത് പ്രസ്ഥാനങ്ങൾ കടുത്ത ഭാഷയിൽ പുതിയ ബില്ലിനെ വിമർശിക്കുന്നു. അവരുടെ വാദം ഒരാളുടെ സ്വത്വം അയാളുടെ ശരീരത്തെക്കാൾ ഉപരി അയാളുടെ മനസ്സിന്റെ തീരുമാനമാണെന്നാണ്. മെഡിക്കൽ പരിശോധനകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെയും അന്തസ്സിനെയും മുറിവേൽപ്പിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ ഇവിടെയാണ് ശാസ്ത്രീയമായ തർക്കം ഉടലെടുക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസത്വം കേവലം വ്യക്തിപരമായ തോന്നലാണ്. ആ വാദം പലപ്പോഴും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യരിൽ സെക്സ് നിർണ്ണയിക്കുന്നത് XX ക്രോമസോമുകൾ, XY ക്രോമസോമുകൾ, ഹോർമോണുകൾ, പ്രത്യുൽപാദന അവയവങ്ങൾ എന്നിവയാണ്. ഇത് DNA തലത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒന്നാണ്. ഒരു വ്യക്തിയുടെ തോന്നൽ കൊണ്ട് മാത്രം ഈ ജൈവിക യാഥാർത്ഥ്യങ്ങൾ മാറുന്നില്ല. ഹോർമോൺ തെറാപ്പിയിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ പുറമെ മാറ്റം വരുത്തിയാലും കോശങ്ങളുടെ തലത്തിൽ ജൈവികമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ട്രാൻസ് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുമ്പോൾ അത് വ്യക്തിയുടെ അന്തസ്സിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. വികാരങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ അടിത്തറയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു മധ്യമാർഗമാണ് നമുക്കാവശ്യം.